ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ പറഞ്ഞിട്ടും വിശ്വാസം വരാതെ നേരിൽ നിന്നെ അന്വേഷിക്കാൻ അവൻ വന്നിരുന്നു. കോളിംഗ് ബെല്ലടിച്ചത് കേട്ടില്ലേ? അതവനായിരുന്നു, ഉമാദത്തൻ. ഞാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ ഒന്നും നിന്നെ വിട്ടു പോകില്ല. അവൻ ഇനിയും വരും. നിന്നെ കണ്ടുപിടിക്കുന്നത് വരെ അവൻ വരും. അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ തമ്മിലുള്ള ധാരണ. മോള് നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മോള് കൊച്ചുകുട്ടിയതല്ലോ, അവളൊരമ്മയല്ലേ. അവള് പറഞ്ഞു നീ കേട്ടല്ലേ? കുഞ്ഞിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരമ്മയാണ് അവൾ. അല്ലേ മോളെ? അത്രയ്ക്ക് മെച്ചൂരിറ്റി ഉള്ള ഒരു മകളുടെ മുമ്പിൽ വെച്ച് അമ്മയ്ക്കും അച്ഛനും എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതാണ് അമ്മയും മോളും. ആ നമ്പർ ഞാൻ ട്രേസ് ഔട്ട് ചെയ്തിരുന്നു. കോള് വന്നിരിക്കുന്നത് ഹൈ റേഞ്ചിൽ തന്നെയാ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ജൂറിസ്ട്രക്ഷൻ വിട്ടുള്ള ഒരു അന്വേഷണം പാടില്ല എന്നല്ലേ DGPയുടെ ഓർഡർ? ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം പാടില്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് പേഴ്സണലായി അന്വേഷിക്കാമല്ലോ. അല്ല, അത് മുകളിലിറങ്ങിയാൽ കുഴപ്പമില്ലേ സാർ? ഇങ്ങനൊരു സിറ്റുവേഷനില് അങ്ങനെ ഭയന്നിരുന്ന പറ്റുമോ ശരവണ? എന്തായാലും അങ്ങനെ ഒരു കോള് വെറുതെ വരില്ലല്ലോ. അതൊരു ഫേക്ക് കോൾ ആണെങ്കിലോ സാർ? അല്ലെങ്കിലോ ശരവണ? അതൊരു റിയൽ കോൾ ആണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിക്കേണ്ടി വരില്ലേ? ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടും നമ്മൾ അന്വേഷിക്കാത്തതിന്റെ പേരിൽ എനിക്ക് ഉറപ്പുണ്ട് ആ കോള് വെറുതെ ആവില്ല. എങ്കിൽ ആര് എന്തിനങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നു? ലൂയിസിനും ഉണ്ടാവുമല്ലോ ഒരുപാട് ശത്രുക്കൾ. അവരയാളെ ചതിച്ചാണെങ്കിലോ? ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. തനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല സാർ, ഞാൻ വരാം. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. താൻ കയറും സാർ. താനാ ചായക്കടക്കാരനല്ലേ? അതെ സാറേ. എന്താ സാറേ? താനെന്തോടെ ഇവിടെ? എന്റെ വീട് ഇവിടെ താഴെയാ സാറേ. ഞാൻ കട അടച്ചിട്ട് പോവുക. എടോ, ആ നമ്പടിക്ക് ഇവിടെ അങ്ങോട്ട് ഒരു ഗോഡൌൺ ഇല്ലേ? ഗോഡൌണോ? എടോ, അയാൾക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോന്ന്? ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അത് തന്നെയല്ലോ നിന്റെ അടുത്ത് മര്യാദക്ക് ചോദിച്ചത്. എവിടെയാണോ അത്? അത് ഈ വളവ് തിരിഞ്ഞ് താഴോട്ട് പോകുമ്പോ ഇടത് ഭാഗത്താ സാറേ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചത്തുന്നാ തോന്നുന്നേ. എന്നാ പിന്നെ വേഗം നമുക്ക് വല്ല കാട്ടിലും കൊണ്ടുപോയി തള്ളാം.
വാ വേഗം. ശരവണ അവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ നോക്ക്. ആ ഭാഗത്തൊക്കെ നോക്കണോ? ഇവിടെയൊന്നും ആരുമില്ല സാർ. വാ കം. ദേ അവിടെ തള്ളാം മുതലാളി. അവിടെ ആവുമ്പോ ബോഡി പോലും കിട്ടില്ല. 10,2500 അടി താഴ്ചയുണ്ട്. ആഹാ, എവിടെ നോക്കട്ടെ. ഇത് കൊള്ളാം. ഇവിടെ വീണ അവന്റെ പൊടി പോലും കിട്ടുകയല്ല. അവനെ ഇവിടെ തട്ടാം. മുതലാളി നീ അവന്റെ ഓടിപ്പോന്നു. പോയി പിടിക്കണം, ചെല്ലണം. ഓഹോ, എന്നെ ആക്രമിക്കാനാണ് ഉദ്ദേശം അല്ലേ? ഇടിച്ചു കൊല്ലാനായിരുന്നല്ലേ തെണ്ടി പ്ലാൻ. നിനക്ക് ഇത്രയ്ക്ക് തന്റെ ഇടോ ഇല്ലേ? എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിട്ട് കഥ പറയുന്നടാ. പാടാ ധൈര്യം ഉണ്ടെങ്കിൽ. Nobody!